ആഡിങ് എഗെയിൻ ആൻഡ് എഗെയിൻ അതിലെ അസസ്മെന്റ് ആണ് ഇന്ന് നോക്കുന്നത്. ഫുട്ബോൾ സ്റ്റേഡിയം. 99 people can be seated in one tier of the stadium and there are 10 tiers. How many people can be seated in all? ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഒരു വരിയിൽ 99 പേർക്ക് ഇരിക്കാം. സ്റ്റേഡിയത്തിൽ മൊത്തം 10 വരികളാണ് ഉള്ളത് കേട്ടോ, 10 വരികളാണ് ഉള്ളത്. അപ്പോൾ എത്ര പേർക്ക് ഇരിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാലോ, ചെയ്യാനറിയാലോ. നമ്പർ ഓഫ് പീപ്പിൾ ദാറ്റ് ക്യാൻ ബി സീറ്റഡ് ഇൻ വൺ ടയർ ഈസ് ഈക്വൽ ടു 99. നമ്പർ ഓഫ് ടയേഴ്സ് 10. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ദാറ്റ് ക്യാൻ ബി സീറ്റഡ് എങ്ങനെ കാണുക? ഈസ് ഈക്വൽ ടു 10 into 99 ചെയ്യുക. അപ്പോൾ എത്രയാ വരിക? 990 വരൂ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പീപ്പിൾ കുഡ് ഹാവ് ബീൻ സീറ്റഡ് ഇഫ് ഈച്ച് ടയർ കുഡ് സീറ്റ് 100? ഒരു വരിയിൽ 100 സീറ്റ് ആയിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാ വരിക? ആദ്യം നമ്മൾ കണ്ടത് 99 പീപ്പിളിന് ഇരിക്കാമെങ്കിൽ 10 ടയേഴ്സിൽ എത്ര പേർക്ക് ഇരിക്കാം എന്ന് കണ്ടു. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 100 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാം എന്നാണ് അല്ലേ. അപ്പൊ എങ്ങനെയാ കാണുക? 10 into 100 ചെയ്താൽ മതി അല്ലേ. അപ്പൊ എത്രയാ വരിക? 10 into 100 1000 എന്ന് വരും അല്ലേ. 1000 ആണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് നോക്കൂ. 4 seats from each tier was removed to build another gate to the stadium. How many seats are there now? അതായത് സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗേറ്റ് ഉണ്ടാക്കാനായിട്ട് ഓരോ വരിയിൽ നിന്നും 4 സീറ്റുകൾ വീതം മാറ്റി എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റേഡിയത്തിൽ എത്ര സീറ്റ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ദാറ്റ് ക്യാൻ ബി സീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നു 990 എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ അതന്നെയല്ലേ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 990 പേർക്ക് ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കാം എന്ന് പറഞ്ഞാൽ 990 സീറ്റ്സ് ഉണ്ട് അല്ലേ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഓരോ ടയറിൽ നിന്നും 4 സീറ്റ്സ് വീതം റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് റിമൂവ്ഡ് എങ്ങനെ കാണുക? നമ്പർ ഓഫ് സീറ്റ്സ് റിമൂവ്ഡ് ഫ്രം ഈച്ച് ടയർ 4 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് റിമൂവ്ഡ് എത്രയാ? 10 into 4 അല്ലേ. അപ്പോൾ 40 അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് റിമൂവ്ഡ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സീറ്റ്സിൽ നിന്ന് ഈ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് റിമൂവ്ഡ് കുറച്ചാൽ പോരെ. അതായത് 990യിൽ നിന്ന് എന്ത് ചെയ്യുക? 40 കുറയ്ക്കുക. 990യിൽ നിന്ന് 40 കുറച്ചാൽ എത്രയാ വരിക? 950 വരും അല്ലേ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 99 പീപ്പിളിന് ഓരോ ടയറിലും ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്താൽ മതി? 99ൽ നിന്ന് 4 സീറ്റ്സ് ആണ് ഓരോ ടയറിനും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ഈച്ച് ടയർ കാണാൻ എങ്ങനെയാ? 99 - 4 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 95 കിട്ടും. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എങ്ങനെയാ കാണുക? 10 ടയറിലുണ്ടല്ലേ. നമ്പർ ഓഫ് ടയേഴ്സ് 10 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എങ്ങനെയാ കാണുക? 10 into 95 ചെയ്താൽ മതി അല്ലേ. അപ്പൊ എത്രയാ വരിക? 950. അങ്ങനെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡേ? ദ ഫസ്റ്റ് മൺഡേ ഓഫ് 2024 October ഈസ് ഓൺ ദ 7th. ഓൺ വാട്ട് ഡേറ്റ് ഈസ് ദ 4th Monday? അതായത് 2024 ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച 7ാം തീയതിയാണ്. 4ാമത്തെ തിങ്കളാഴ്ച ഏതു തീയതിയാണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് മൺഡേ ഓഫ് 2024 October എന്ന് പറയുന്നത് 7th ആണ് അല്ലേ. ദെൻ സെക്കൻഡ് മൺഡേ എങ്ങനെയാ കാണുക? 7 + 7. എന്തുകൊണ്ടാണ് 7 ആഡ് ചെയ്യുന്നത് അറിയാലോ? 1 വീക്കിൽ 7 days ആണ് അല്ലേ. 7ാം തീയതിയാണ് ആദ്യത്തെ മൺഡേ എന്നുണ്ടെങ്കിൽ സെക്കൻഡ് മൺഡേ ആകുമ്പോഴേക്കും 7 + 7 ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് 14 എന്ന് കിട്ടും. തേർഡ് മൺഡേ എങ്ങനെയാ കാണുക? 14 പ്ലസ് പിന്നെ അഗെയിൻ 7 ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ 21 കിട്ടും. ഫോർത്ത് മൺഡേ എങ്ങനെ കിട്ടുക? 21 + 7. അപ്പൊ എത്രയാ? 28 എന്ന് കിട്ടും. 28th ആണ് 4th Monday എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളിവിടെ 777 ആഡ് ചെയ്ത് വരിക ചെയ്യണം അല്ലേ. അതിനാണല്ലോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഫസ്റ്റ് മൺഡേ 7th ആണെങ്കിൽ 4th Monday എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 into 7 ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. 4 into 7 പറഞ്ഞാൽ എത്രയാ വരിക? 28 തന്നെയല്ലേ. Next, how many banana trees? Meenu planted 7 banana trees in a row. How many of them can be planted in 8 such rows? If 9 trees were planted in each row instead, how many could be planted? Meenu ഒരു വരിയിൽ 7 വാഴകൾ നട്ടു. അപ്പോൾ 8 വരികളിൽ എത്ര വാഴകൾ നടാം എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്ത് ചെയ്താൽ മതി? 8 into 7 ചെയ്താൽ മതി അല്ലേ. അപ്പൊ 8 sevens are എത്രയാണ്? 56 അല്ലേ. നമ്പർ ഓഫ് ബനാന ട്രീസ് പ്ലാന്റഡ് ഇൻ എ റോ എന്ന് പറയുന്നത് 7 ആണ്. നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബനാന ട്രീസ് പ്ലാന്റഡ് എത്ര എങ്ങനെ കാണുക? 8 into 7 ചെയ്താൽ മതി അല്ലേ. അപ്പൊ 8 sevens are എത്രയാണ്? 56 അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ.
എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് 9 trees were planted in each row instead, how many could be planted? അതായത് ഒരു വരിയിൽ 9 വാഴ വീതം നട്ടാൽ ആകെ എത്ര വാഴ നടാം എന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? 9 into 8 അല്ലേ? നമ്പർ ഓഫ് റോസ് 8 ആണ്. ദ നമ്പർ ഓഫ് ബനാന ട്രീസ് പ്ലാന്റഡ് ഇൻ ഈച്ച് റോ 9 ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബനാന ട്രീസ് പ്ലാന്റഡ് എങ്ങനെയൊക്കെയാണ്? 9 into 8 ചെയ്താൽ മതി. അപ്പോൾ എത്ര ആൻസർ വരിക? 72 എന്നാണ് കേട്ടോ ആൻസർ വരിക. നെക്സ്റ്റ് മാത്ത് ക്യൂസ്. 8 children won this month's math quiz in Minu school. It was decided to give each a gift box with 6 items. The price list in 2 shops are given below. അതായത് മീനുവിൻ്റെ സ്കൂളിൽ ഈ മാസത്തെ ഗണിത ക്യൂസിൽ കേട്ടോ, മാത്ത് ക്യൂസിൽ 8 പേരാണ് ജയിച്ചത്. അവർക്ക് 6 ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കാൻ തീരുമാനിച്ചു. 2 ഷോപ്പുകളിലെ പ്രൈസ് ലിസ്റ്റാണ് കേട്ടോ ചോട്ടിൽ കൊടുത്തിരിക്കുന്നത്. മിക്കി സ്റ്റോഴ്സിലെയും ഡോറ സ്റ്റോഴ്സിലെയും കണ്ടോ. പെൻസിൽ 5 rupees, ഡോറ സ്റ്റോറിൽ പെൻസിൽ 4 rupees, പെന്ന് 8 rupees ആണ്, പെന്ന് ഡോറ സ്റ്റോറിൽ 10 rupees ആണ്, മിക്കി സ്റ്റോറിൽ ഇറേസർ 3 rupees ആണ്, ഡോറ സ്റ്റോറിലും 3 rupees തന്നെയാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രൈസ് ലിസ്റ്റ് 2 ഷോപ്പിലെയും. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫ്രം വിച്ച് ഷോപ്പ് ഈസ് ഇറ്റ് ബെറ്റർ ടു ബൈ ദ തിങ്? അതായത് ഏത് ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. നമ്മൾ പ്രൈസ് നോക്കിയിട്ടാണ് അല്ലേ സാധനങ്ങൾ വാങ്ങുക. പ്രൈസ് എവിടെയാണോ കുറവുള്ളത് അവിടെ നിന്നല്ലേ നമ്മൾ വാങ്ങുക. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ തിങ്സ് എല്ലാം മിക്കി സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എത്ര രൂപയാവും നോക്കുക. അതുപോലെ തന്നെ ഡോറ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര രൂപയാവും എന്ന് നോക്കുക കേട്ടോ. ഇഫ് ദ തിങ്സ് ആർ ബോട്ട് ഫ്രം ദ മിക്കി സ്റ്റോഴ്സ് ദെൻ ടോട്ടൽ എമൗണ്ട് എങ്ങനെ കാണുക? നമ്മൾ ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. പെൻസില്, പെന്ന്, ഇറേസർ, റൂളർ, സ്കെച്ച് പെന്ന്, ക്രയോൺ പാക്കറ്റ് കണ്ടോ. അതിൻ്റെയൊക്കെ ആഡ് ചെയ്യുക. 5 + 8 + 3 + 7 + 30 + 10. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 63 rupees എന്ന് കിട്ടും കേട്ടോ. ഇഫ് ദ തിങ്സ് ആർ ബോട്ട് ഫ്രം ഡോറ സ്റ്റോഴ്സ് ദെൻ ടോട്ടൽ എമൗണ്ട് കാണുക. എങ്ങനെയാണ്? 4 + 10 + 3 + 9 + 27 + 8 ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രയാണ് വരിക? 61 rupees എന്ന് വരും. ഒന്നിൽ 63യും ഒന്ന് 61ഉം ആണ്. അപ്പോൾ പ്രൈസ് കുറവ് ഡോറ സ്റ്റോഴ്സ് എന്നല്ലേ? ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ തിങ്സ് ഫ്രം ഡോറ സ്റ്റോഴ്സ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് വുഡ് ഇറ്റ് കോസ്റ്റ് ടു ബൈ ഓൾ ദ 8 ഗിഫ്റ്റ് പാക്കറ്റ്സ് ഫ്രം ഡോറ സ്റ്റോഴ്സ്? അതായത് 8 പേർക്കുള്ള സമ്മാനം. നമ്മൾ 8 ചിൽഡ്രൻ ആണല്ലോ ഗിഫ്റ്റ് പാക്കറ്റ്സ് കൊടുക്കുന്നത്. ആ 8 പേർക്കുള്ള സമ്മാനം ഗിഫ്റ്റ് പാക്കറ്റ്സും ഡോറ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് കേട്ടോ. എന്ത് ചെയ്താൽ മതി? ഡോറ സ്റ്റോഴ്സിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഗിഫ്റ്റ് പാക്കറ്റിന്റെ റേറ്റ് നമുക്കറിയാം അല്ലേ? എത്രയാണ്? 61 അല്ലേ? ഇഫ് തിങ്സ് ആർ ബോട്ട് ഫ്രം ഡോറ സ്റ്റോഴ്സ് ദെൻ ടോട്ടൽ പ്രൈസ് പെയ്ഡ് ഫോർ 1 ഗിഫ്റ്റ് പാക്കറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 61 ആണ്. ദെൻ ടോട്ടൽ പ്രൈസ് പെയ്ഡ് ഫോർ 8 ഗിഫ്റ്റ് പാക്കറ്റ്സ് അപ്പോൾ എത്രയാ വരിക? 8 into 61 ചെയ്യണം അല്ലേ? 8 into 61 എങ്ങനെയാണ് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. 60യും 1ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 8 into 60 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 8 into 6 48 ആണെങ്കിൽ 8 into 60 എത്രയാണ് വരിക? 480 വരും. ദെൻ 8 into 1 എത്രയാണ് വരിക? 8. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? 8 into 61 എന്ന് പറഞ്ഞാൽ 480 + 8 488 ആണ് വരിക. അപ്പോൾ 8 ഗിഫ്റ്റ് പാക്കറ്റ്സ് ഡോറ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര എമൗണ്ട് പേ ചെയ്യേണ്ടി വരും? 488 rupees പേ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇഫ് ദേ വർ ഓൾ ബോട്ട് ഫ്രം മിക്കി സ്റ്റോഴ്സ്? അതായത് മിക്കി സ്റ്റോഴ്സിൽ നിന്നാണെങ്കിലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് മിക്കി സ്റ്റോഴ്സിൽ നിന്നാണെങ്കിൽ എത്ര പേ ചെയ്യേണ്ടി വരുന്നതാണ്. ഇഫ് തിങ്സ് വർ ബോട്ട് ഫ്രം മിക്കി സ്റ്റോഴ്സ് ദെൻ ടോട്ടൽ പ്രൈസ് ഫോർ 1 ഗിഫ്റ്റ് പാക്കറ്റ് എത്രയാണ്? 63 ആണ്. ദെൻ ടോട്ടൽ പ്രൈസ് ഫോർ 8 ഗിഫ്റ്റ് പാക്കറ്റ്സ് എങ്ങനെയാ വരിക? 8 into 63 വരും അല്ലേ? അപ്പോൾ എങ്ങനെ 8 into 63 എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. 504 എന്ന ആൻസർ വരും. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അല്ലേ? എന്താണ്? ദേ ബോട്ട് സം ഓഫ് ദ തിങ്സ് ഫ്രം 1 സ്റ്റോർ ആൻഡ് സം ഫ്രം അതർ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് പ്രൈസ് നോക്കിയിട്ട് അവർ ചില ഐറ്റംസ് ഒരു കടയിൽ നിന്നും ചില ഐറ്റംസ് മറ്റേ കടയിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഏതൊക്കെ ഐറ്റംസ് ഉള്ളത്? പെൻസിൽ, പെന്ന്, ഇറേസർ, റൂളർ, സ്കെച്ച് പെന്ന് അല്ലേ, ക്രയോൺ പാക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടെയാണോ പ്രൈസ് കുറവ് അവിടെ നിന്ന് വാങ്ങുക കേട്ടോ. എന്നിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെൻസിൽ ഫസ്റ്റ് നോക്കുക. ഏത് സ്റ്റോറിലാണ് പെൻസിലിന്റെ റേറ്റ് കുറവുള്ളത്? ഡോറ സ്റ്റോഴ്സ് അല്ലേ? 4 rupees അല്ലേ? അപ്പോൾ പെൻസിൽ എന്ന ഐറ്റം എഴുതുക, 4 rupees എന്ന് എഴുതുക. പെന്ന് എവിടെയാണ് കുറവ്? മിക്കി സ്റ്റോഴ്സിലാണ്. അപ്പോൾ 8 rupees എന്ന് എഴുതുക. ഇറേസർ എടുക്കുക. അത് 2 സ്റ്റോറിൽ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ 3 rupees. റൂളർ ഏത് പ്രൈസാണ് നല്ലത്? മിക്കി സ്റ്റോറിലാണ് 7 rupees അല്ലേ? ദെൻ അപ്പോൾ അതല്ലേ വരിക? 7 rupees എടുക്കുക. ദെൻ സ്കെച്ച് പെൻ പാക്കറ്റ് എവിടെയാണ് കുറവുള്ളത്? 30 rupees മിക്കി സ്റ്റോഴ്സിൽ, ഡോറ
ടോറ സ്റ്റോഴ്സ് 27 rupees. അപ്പോൾ 27 ആണ് അല്ലേ. അടുത്തത് ക്രയോൺ പാക്കറ്റ് ആണ് കേട്ടോ. 10 rupees മിക്കി സ്റ്റോഴ്സിലും ടോറ സ്റ്റോഴ്സിൽ 8 rupees. അപ്പോൾ 8 rupees അല്ലേ വരിക. അപ്പോൾ 8 rupees എന്ന് എടുക്കുക. അങ്ങനെ ഐറ്റംസും പ്രൈസും എഴുതിയിട്ട് ടോട്ടൽ പ്രൈസ് കാണുക കേട്ടോ. അപ്പോൾ എത്രയാണ് വരിക? 57 rupees വരും. ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മച്ച് വാസ് സ്പെൻഡ് ഫോർ ദ 8 gifts എന്നാണ് കേട്ടോ. അതായത് 8 ഗിഫ്റ്റ്സിന് എത്ര ചിലവായി എന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വരിക? ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ എ ഗിഫ്റ്റ് പാക്കറ്റ് നമ്മൾ കണ്ടു അല്ലേ. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ എ ഗിഫ്റ്റ് പാക്കറ്റ് എത്രയാ? 57 rupees അല്ലേ. ദെൻ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ 8 ഗിഫ്റ്റ് പാക്കറ്റ്സ് എത്രയാണ് വരിക? 8 into 57 വരും അല്ലേ. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 57 സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. 456 എന്ന ആൻസർ വരും. നെക്സ്റ്റ്, ഫിൽ അപ്പ് ദ സെൽസ്. ഫിൽ അപ്പ് ദ എംപ്റ്റി സെൽസ്. മൾട്ടിപ്ലൈ അലോങ് ദ റോസ് ആൻഡ് കോളം. അതായത് ഒഴിഞ്ഞ കളങ്ങളൊക്കെ ഫിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യുക? നിരയായിട്ടും വരിയായിട്ടും മൾട്ടിപ്ലൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് റോ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് റോയിൽ എങ്ങനെയാണ് വരിക? 2 into 3 അല്ലേ. 2 3s എത്രയാ? 6 അല്ലേ. 2 into 3 is equal to 6 എന്ന് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് കോളം നോക്കൂ. 2 into 1 അല്ലേ. 2 1s എത്രയാണ്? 2 ആണ് അല്ലേ. 2 എന്ന് എഴുതുക. തേർഡ് റോ നോക്കുക. 1 into 3 അല്ലേ. 1 3s എത്രയാണ്? 3 ആണ്. ഫില്ല് ചെയ്യുക. തേർഡ് കോളം എത്രയാ? 3 into 3. 3 3s എത്രയാണ്? 9 അല്ലേ. 9 എന്ന് ഫില്ല് ചെയ്യുക. അങ്ങനെ കേട്ടോ. അടുത്തത് നമുക്ക് ഫില്ല് ചെയ്യാണ്ട് നമുക്കിവിടെ നോക്കൂ, ലാസ്റ്റ് സെല്ലിലെ നമ്പർ മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 24 എന്നാണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് റോയും ലാസ്റ്റ് കോളമും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എന്താണ് 24 എന്ന ആൻസർ വരുന്നത് ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഫില്ല് ചെയ്യാലോ. അപ്പോൾ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 24 വരിക? 6 4s 24 ആണ്. 8 3s 24 ആണ്. 12 2s 24 ആണ്. ഇനി ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് മാറ്റിയിട്ടിട്ട് നമുക്ക് ഈ സെല്ല് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്ക്വയർ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്താം? ലാസ്റ്റ് റോല് 8 into 3 is equal to 24 എന്ന് എഴുതുക. നെക്സ്റ്റിൽ നമ്മൾ ലാസ്റ്റ് കോളമിൽ എന്ത് എഴുതുക? 6 into 4 24 എന്ന് എഴുതുക. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് കോളമും ഫസ്റ്റ് റോയും നമുക്ക് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് റോയിൽ നോക്കുക. നമുക്കിവിടെ 6 എന്നാണ് ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് സെല്ലിലെ നമ്പർ 6 ആണ് അല്ലേ. അപ്പൊ 6 എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുക? 2 3s 6 ആണല്ലോ. 2 3s 6 ആണ്. നമ്മൾ ഇതിവിടെ ഫില്ല് ചെയ്യുന്ന സമയത്ത് 3 2s നമ്മൾ 6 എന്ന് പറയൂ അല്ലേ. 3 2s 2 3s ഒന്ന് തന്നെയല്ലേ. പക്ഷെ 3 2s എന്ന് എഴുതരുത്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് കോളമില് നമുക്കിവിടെ എത്രയാണ്? ലാസ്റ്റ് സെല്ലിലെ നമ്പർ 8 ആണ് അല്ലേ. അപ്പോൾ 8 എന്ന് ആൻസർ വരുന്നത് ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ന് നോക്കണം. 3 എന്ന് നമ്മൾ ഫസ്റ്റ് എഴുതി എന്നുണ്ടെങ്കിൽ പറയാം 3ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷനിലും 8 എന്ന ആൻസർ വരുന്നില്ല. 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. 2 4s 8 ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 2 into 3 is equal to 6 എന്ന് വേണം ഫസ്റ്റ് റോയില് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ 2 into 3 is equal to 6 എന്ന് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് 8 എങ്ങനെയാണ് വരിക? 2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 വരിക? 2 into 4 ആണ് 8 അല്ലേ. ഇപ്പോൾ 2 4s 8 എന്ന് എഴുതുക. അപ്പോൾ ഫസ്റ്റ് കോളവും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി തേർഡ് റോ നോക്കുക. തേർഡ് റോയിലെ ഫസ്റ്റ് സെല്ല് നമുക്ക് 4 നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ലാസ്റ്റ് സെല്ലിലെ നമ്പർ നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? 4 എന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 വരിക? 4 into 1 ആണല്ലേ. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ സെയിം നമ്പർ കിട്ടുക. അപ്പോൾ 4 1s 4 എന്ന് എഴുതുക. 4 into 1 എന്ന് ഫില്ല് ചെയ്യുക. ഇപ്പം എല്ലാ സെൽസും ഫില്ലായാലോ? ഇങ്ങനെ ചെയ്യാം. ഇനി 2 മോഡലും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഇങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. 12 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. 12 into 2 24 അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈസ് ഹണ്ട്. ടേക്ക് മീനു ടു ദ പ്രൈസ്. മീനുവിനെ പ്രൈസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ടേക്ക് ദ പാത്ത് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 6. അപ്പോൾ പാത്ത് എങ്ങനെയാണ് നോക്കേണ്ടത്? ഏത് കൂടി വേണം പോകാനായിട്ട്? 6ന്റെ മൾട്ടിപ്ലിക്കേഷനിലൂടെ പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് പറയാം 1 6 6 അല്ലേ. ദെൻ 1 6 6 കഴിഞ്ഞാൽ 2 6 12, 3 6 18, 4 6 24, 5 6 30, 6 6 36, 7 6 42, 8 6 48. അപ്പോഴേക്കും പ്രൈസിൻ്റെ അവിടെ എത്തിയല്ലോ. അപ്പോൾ ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ യൂണിറ്റ് ലെറ്റ്സ് ഷെയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ.